ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1949. ഇന്ന് മെയ് മാസം 2-ാം തീയതി 122-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞു. പ്രകാശത്തിൻ്റെ ദിനങ്ങളായ തുടർന്നുള്ള ആദ്യ ആഴ്ചയും കഴിഞ്ഞു. 2-ാമത്തെ ആഴ്ചയുടെയും അവസാനത്തിലെത്തുകയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുനാമം പേറുന്ന നമ്മൾ ഓരോരുത്തരും ഒരു സാധാരണ ജീവിതം നയിച്ചാൽ മതിയോ? അതൊരു ചെറിയ ചോദ്യമല്ല. നമ്മളൊരു സാധാരണ ജീവിതമാണോ നയിക്കേണ്ടത്? അതോ പരിധിയിലും കവിഞ്ഞ, അതിരുകൾക്കപ്പുറത്തുള്ള കുറെ കൂടി ഉന്നതമായ ഒരു ജീവിതമാണ്? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നിന്ന് വായിച്ചാൽ നമ്മൾ സാധാരണത്തിൽ കവിഞ്ഞ കുറെ കൂടി ഉന്നതമായ ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്, സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമാകുന്നു. ക്രിസ്തുയേശു പറയുന്നൊരു വചനമാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ തിരിച്ച് സ്നേഹിക്കേണ്ടെന്നാണ് യേശു ഉദ്ദേശിച്ചത്? അല്ല കേട്ടോ. ചുങ്കക്കാർ പോലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരെ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. എങ്ങനെ? സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ച്. അതൊരു സ്നേഹത്തിൻ്റെ സാധാരണ ധർമ്മമാണ്, നിയമമാണ്. സ്നേഹിക്കുന്നവരെയൊക്കെ തിരിച്ച് സ്നേഹിക്കാം. പക്ഷേ അതങ്ങനെയല്ല ക്രിസ്തു അനുയായികൾ ചെയ്യേണ്ടത്. പിന്നെന്താ? സ്നേഹിക്കാത്തവരെ കൂടി, സ്നേഹം തരാത്തവരെ കൂടി സ്നേഹിക്കാൻ പഠിക്കണം. വീണ്ടും അത് മുമ്പോട്ട് പോകുന്നുണ്ട്. സ്നേഹം നിഷേധിച്ചവരെ കൂടി അല്ലേ സ്നേഹിക്കാൻ പഠിക്കണം. വീണ്ടും അത് മുമ്പോട്ട് പോകുന്നുണ്ട്. നിന്നെ ഉപദ്രവിച്ചവരെ കൂടി സ്നേഹിക്കാനായിട്ട് പഠിക്കുക. എന്തൊരു ആപത്ത് പിടിച്ച വ്യവസ്ഥകളുമായിട്ടാണ് ക്രിസ്തുയേശു ഭൂമിയിലേക്ക് വന്നത്. അതിനകത്തെ നിയമസംഹിതകൾ, ആചാരമര്യാദകൾ പാലിക്കാനായിട്ട് മനസ്സ് വെച്ചിട്ടാണോ നമ്മൾ ഈ വഴിയെ നടക്കുന്നത്? ഈ നല്ല പ്രഭാതത്തിൽ ഇത്തരം ചില കുനിഷ്ട പിടിച്ച ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നതാണ്. കുറെ കൂടി ക്രിസ്തു മൂല്യങ്ങളെ മനസ്സിലാക്കുകയെങ്കിലും വേണ്ടേ? പിന്നീടല്ലേ അവ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുക. കുറെ കൂടി യേശുവിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.